ഒരാള് വീട്ടിൽ വന്നാൽ നമ്മൾ സാധാരണ പെണ്ണുങ്ങളെ ചോദിക്കും, വല്ലതും കഴിച്ചായിരുന്നോ എന്ന് ചോദിക്കും. വിശന്ന് വരുന്നവനാണെങ്കിൽ പോലും പറയും, ഞാൻ ഇപ്പൊ കഴിച്ചിട്ടാ വന്നേന്ന് പറയും. കാരണം അവന് അഭിമാനം ഉണ്ടല്ലോ. ഇതൊന്നും ചോദിക്കരുത്. ഒരാൾ വന്നാൽ ആദ്യം ഭക്ഷണം കൊടുക്കണം എന്ന് കരുതി വീട്ടിന്റെ മുമ്പ് കൂടെ പോകുന്ന പരിചയമില്ലാത്തവരൊക്കെ വീട്ടിൽ കയറ്റിയിട്ട് ആദ്യം ഭക്ഷണം കൊടുക്കണമെന്നല്ല ഈ പറഞ്ഞത്. വീട്ടിലൊരു അതിഥി വന്നാൽ എപ്പോഴിറങ്ങി, എന്തിലാ വന്നേ, ഇനി എന്നാ പോകുന്നേ, ഇതൊന്നും ചോദിക്കരുത്. അതൊക്കെ പിന്നെ ആവാം. ആദ്യം അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കണം. ഇത് ഇബ്രാഹിം മില്ലത്താണ്. അവിടെയല്ല നമ്മുടെ വിഷയത്തിന്റെ ആ കണക്ട് വരുന്നത്. ഇബ്രാഹിം നബി നല്ല ചെറുപ്പക്കാര് വന്നപ്പോ അവർക്ക് ഭക്ഷണമൊക്കെ റെഡിയാക്കിയിട്ട് കൊണ്ടുവച്ചിട്ട് പറഞ്ഞു, കാലാല തഅക്കുലു, തിന്നല്ലേ, തിന്നാൻ വേണ്ടിയിരുന്നു. ഇബ്രാഹിം നബിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിഥിയോടൊപ്പം അല്ലാതെ ഇബ്രാഹിം നബി ഭക്ഷണം കഴിച്ചിട്ടേ ഇല്ല. ഇബ്രാഹിം നബിക്ക് ഖലീൽ എന്ന് പേര് കിട്ടാൻ ഒരു കാരണം അതാണ്. അതിഥിയോടൊപ്പം അല്ലാതെ ഇബ്രാഹിം നബി ഭക്ഷണം കഴിച്ചിട്ടില്ല. നമ്മളാണെങ്കിലോ, നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വന്നിട്ടുമില്ല, ഇനി വന്നാൽ തന്നെ നമ്മൾ ചെയ്യുന്നത് എന്താ, അവര് പോയിട്ട് നമ്മൾ കഴിക്കാനിരിക്കൂ. അത് തെറ്റാ. നമ്മൾ കൂടെ ഇരിക്കണം. കൂടെ ഇരിക്കണമെന്ന് പറഞ്ഞാൽ എപ്പോഴിരിക്കണം? അവരെ പിടിച്ച് ഇരുത്തിയിട്ട് നമ്മൾ ഇരുന്നാ പോരാ. നമ്മൾ എന്തു വേണം? ആദ്യം ഇരിക്കണം, എന്നിട്ട് അവരെ കൂടെ പിടിച്ചിരുത്തണം. അപ്പൊ അവർക്കൊരു ജാള്യത ഉണ്ടാവൂല. കഴിച്ചു കഴിഞ്ഞാൽ നീ ആദ്യം എണീക്കരുത്. അതിഥികൾ എഴുന്നേറ്റിട്ടേ നീ എഴുന്നേക്കാൻ പാടുള്ളൂ. അതാണ് അതിന്റെ രീതി.